നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇനി സെലക്ഷൻ സമിതി പറയും. CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണത്തിലെ CVC റിപ്പോർട്ട് ചർച്ച ചെയ്ത് ഉന്നതതല സമിതി. യോഗം ചേർന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി. കേന്ദ്ര വിജിലൻസ് കമ്മീഷനും യോഗത്തിൽ പങ്കെടുത്തു. അലോക് വർമ്മയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകണമെന്ന് കോൺഗ്രസ്. അലോക് വർമ്മയ്ക്കെതിരായ CVC റിപ്പോർട്ട് പരിശോധിക്കണമെന്ന് യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 23, 24 തീയതികളിൽ CBIയിലുണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കണം. അലോക് വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരികെ നൽകണം. CVC റിപ്പോർട്ട് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകാത്തതിനാൽ നാളെയും സെലക്ഷൻ സമിതി യോഗം ചേരും. അതിനിടെ താൽക്കാലിക ഡയറക്ടറുടെ സ്ഥലംമാറ്റ ഉത്തരവുകൾ റദ്ദാക്കി CBI ഡയറക്ടർ അലോക് വർമ്മ. റദ്ദാക്കിയത് നാഗേശ്വര റാവുവിന്റെ സ്ഥലംമാറ്റ ഉത്തരവുകൾ. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഡൽഹിയിലെ CBI ആസ്ഥാനത്തെത്തി അലോക് വർമ്മ ചുമതലയേറ്റത് ഇന്ന് രാവിലെ. കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നലെയാണ് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു നടപടി. ബില്ല് ചരിത്രപരമെന്ന് മോദി. സാമ്പത്തിക സംവരണ ബിൽ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിൽ സാമൂഹ്യനീതി നടപ്പാക്കുന്നതിനുള്ള വലിയൊരു ചുവടുവയ്പാണ്. ബില്ലിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മോദിയുടെ പ്രഖ്യാപനം. സാമ്പത്തിക ബില്ലിൽ ചർച്ച പുരോഗമിക്കവേ നിയമഭേദഗതി ബില്ലിൽ നിലപാട് മാറ്റി പ്രതിപക്ഷം. ബിൽ തിടുക്കത്തിൽ പാസാക്കാനാവില്ലെന്നും ചർച്ച വേണമെന്നും കോൺഗ്രസ്. സർക്കാർ സംവരണ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും ആരോപണം. ഇന്നലെ ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. സംവരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണമെന്ന ഭേദഗതി മുന്നോട്ട് വെച്ച് CPM. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും സാമ്പത്തിക സംവരണത്തിന് അർഹതയുണ്ടാകുമെന്ന് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് സാമൂഹ്യനീതി മന്ത്രി താവർ ചന്ദ് ഗെഹ്ലോട്ട്. നിലവിൽ സംവരണം ലഭിക്കുന്നവർക്ക് അർഹതയുണ്ടാവില്ല. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെ എന്ന മാനദണ്ഡത്തിൽ കാലോചിതമായി മാറ്റം വരും. ഭരണഘടനാ ഭേദഗതി ആയതിനാൽ 50% സംവരണ പരിധി ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാവില്ല എന്നും ഗെഹ്ലോട്ട്. മെച്ചപ്പെട്ട ബില്ലിനായി പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് KV തോമസ്. ബില്ലിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കി AIADMK MPയും ഡെപ്യൂട്ടി സ്പീക്കറുമായ തമ്പി ദുരൈ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. അടച്ചുപൂട്ടുന്ന ആനവണ്ടി. താൽക്കാലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ച് KSRTC. ഹൈക്കോടതി വിധി നടപ്പാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് കോർപ്പറേഷൻ. പ്രതിമാസം KSRTC പ്രവർത്തിക്കുന്നത് 110 കോടി രൂപ നഷ്ടത്തിലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരാമർശം. സുപ്രീം കോടതിയിൽ KSRTC ഹർജി നൽകിയത് താൽക്കാലിക ജീവനക്കാരായി നിയമിക്കപ്പെട്ടതിന് ശേഷം സ്ഥിരപ്പെടുത്തിയ ജീവനക്കാർക്ക് പെൻഷൻ കണക്കാക്കുമ്പോൾ അവരുടെ താൽക്കാലിക സേവനകാലം കൂടി കണക്കാക്കപ്പെടണമെന്ന ഹൈക്കോടതി ഉത്തരവിന് എതിരെ. ഉത്തരവ് നടപ്പാക്കിയാൽ 428 കോടി രൂപയോളം അധിക ബാധ്യത കോർപ്പറേഷന് വരുമെന്നും KSRTCയുടെ സത്യവാങ്മൂലം. രാഹുൽ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക്. ഈ മാസം 29-ന് രാഹുൽ കേരളത്തിലെത്തും. മുല്ലപ്പള്ളി നയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയുടെ ഉദ്ഘാടനം കോൺഗ്രസ് അധ്യക്ഷൻ നിർവഹിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ പൂർത്തിയായതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ മാസം 15-നകം പ്രഖ്യാപനമുണ്ടാകും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമഗ്ര അഴിച്ചുപണി വേണ്ടെന്ന നിലപാടിൽ AA ഗ്രൂപ്പുകൾ. ഇത് സംബന്ധിച്ച ധാരണയായത് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ നടത്തിയ ചർച്ചയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗം ചേരും. KPCC അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗവും ലോക്സഭാ മണ്ഡലങ്ങളുടെ ചാർജുള്ള നേതാക്കളുടെയും ജില്ലാതല സംഘടനാകാര്യ സമിതി അംഗങ്ങളുടെ യോഗവും ജനുവരി 11-ന് ഇന്ദിരാഭവനിൽ നടക്കും. കൈപ്പാറ്റയെ വിടാതെ മോദി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോൺഗ്രസിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന് കോൺഗ്രസുമായുള്ള ബന്ധം ദുരൂഹം. മിഷേലിനെ ഇന്ത്യയിലെത്തിച്ചത് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ എന്നതുകൊണ്ട് മാത്രമല്ല. ഫ്രാൻസുമായുള്ള മറ്റു ചില വിമാന കരാറിൽ മിഷേലിന് ബന്ധമുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും റഫാൽ ഇടപാടിൽ കോൺഗ്രസിന്റെ മോദിയുടെ ഒളിയമ്പ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ 9:55-ന്. ശുഭരാത്രി.